അനേകർ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവം നിന്നെ ഒരു ഉപകരണമാക്കി മാറ്റാൻ പോകുന്നു. ആ വിഷയത്തിനകത്തുള്ള പരിഹാരം വരുത്തുന്നവനായിട്ട്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും നല്ല ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നു. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ ഗിദെയോൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഗിദെയോൻ്റെ ലൈഫ് നമുക്കറിയാം. അവൻ്റെ ലൈഫ് ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ അവസാനിക്കുന്നത് ഭയങ്കര ഒരു വീര്യപ്രവൃത്തികളോടുകൂടെയാണ്. ശക്തനായ ന്യായാധിപനായിട്ടാണ്. പ്രിയ ദൈവം, ഇതിലെ നീ ഇപ്പോൾ ആത്മീയത്തിൽ ശൈശവാവസ്ഥയിലായിരിക്കും. പക്ഷേ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറായ, ദൈവം പറയുന്ന അനുസരിക്കാൻ തയ്യാറായ കാലഘട്ടം നിൻ്റെ പേരിൽ അറിയപ്പെടും. പദം മറക്കരുത്. ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ. നോക്കിയേ, ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്. 6-ാം അധ്യായം ആരംഭിക്കുന്ന തന്നെ കുടുംബത്തിലെ ചില പരാതികളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ആരാന്നറിയാവോ ദൈവമേ? മനസ്സിൽ എളിയവനാ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാ. പിന്നെ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളുമായിട്ട് അവൻ ദൈവത്തെ സമീപിക്കുന്നത്. പക്ഷെ അവിടെ ഒരൊറ്റ നോട്ടം നോക്കിയതേ ഉള്ളൂ ദൈവം. അപ്പോൾ യഹോവ ഗിദെയോനെ നോക്കിയെന്നാണ് വായിക്കുന്നത്. ആ നോട്ടത്തിനകത്തെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു. ആമേൻ. അപ്പോൾ യഹോവ ഗിദെയോനെ നോക്കി. യേശു സൂക്ഷിച്ച് പത്രോസിനെ നോക്കി. ഉണ്ടോ? ദൈവത്തിൻ്റെ നോട്ടത്തിനകത്തെല്ലാം ഉണ്ട്. എന്നെ ഒന്ന് നോക്കണേന്ന് പ്രാർത്ഥിച്ച പലരുണ്ട് കേട്ടോ. എന്നെ ഓർക്കണേന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. യെസ്, ദൈവം നമ്മളെ നോക്കുന്ന ദൈവമാണ്, നമ്മളെ ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഭാഗത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ആ കാലഘട്ടത്തിൽ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യുന്ന ഒരു കൂട്ടം ഇസ്രായേൽ മക്കളെയാണ്. ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്താൽ എന്ത് സംഭവിക്കും? ദൈവത്തിന് സാന്നിധ്യം വിട്ടുമാറും. ദൈവം വിശുദ്ധനാണ്. അശുദ്ധിയുള്ളിടത്ത് ദൈവത്തിന് വാഴാൻ പറ്റത്തില്ല. അശുദ്ധിയുള്ളിടത്ത് ദൈവം നിൽക്കത്തില്ല കുഞ്ഞേ. അനിഷ്ടമായിട്ടുള്ള എഴുപ്പ് തൻ്റെ സാന്നിധ്യം മാറിയാൽ എന്ത് സംഭവിക്കും? ശത്രു വന്ന് കടന്നാക്രമണം നടത്തും. വിതയ്ക്ക് വരും, കൊയ്യുന്നത് അവരാ. അങ്ങനെ ഇരിക്കുമ്പോഴാ തൻ്റെ കോതമ്പ് ശത്രുവിൻ്റെ കൈ കൊടുക്കത്തില്ല. മുന്തിരിച്ചക്കിനരികെ വെച്ച് മരിക്കുന്ന ഗിദെയോനെ കണ്ടിട്ട് പറയാം, പരാക്രമശാലിയേ. ഉണ്ടോ? ദൈവം വിളിച്ചതാണ്. യഥാർത്ഥത്തിൽ അന്നേരം അവൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ദൈവം വിളിച്ചു. ദൈവം എപ്പോഴും നമ്മളെ കാണുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ്. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റും പാസ്റ്റും ഒക്കെ ഒരു ഭീരുവായിരിക്കാം, ബലഹീനനായിരിക്കാം. പക്ഷെ സ്വർഗം നിന്നെ കാണുന്നത് 300 പേരെ കൊണ്ട് കടൽക്കരയിലെ മണൽ പോലുള്ള സൈന്യത്തെ നേരിട്ട് ജയം വരിക്കുന്നതാണ്. എന്തിനാ തിരുവനന്തപുരത്തിനകത്ത് ഈ എഴുതി വെച്ചേക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്കും നിനക്കും വേണ്ടിയുള്ളത് ഈ ശബ്ദമാണ്. ഗിദെയോനെ പോലെ ഭീരുക്കളല്ലേ പലരും നമ്മൾ. പക്ഷെ ഇവിടെ ഗിദെയോൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. 300 പേരെ കൊണ്ട്. ഓക്കെ, 7-ന്റെ 20-ാമത്തെ വാക്യം. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത് കൈയിൽ പന്തവും വലത് കൈ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. ഉണ്ടോ? കയ്യിലെന്തുവാ? പന്തം. മറ്റേ കയ്യിലെന്തുവാ? ആമേൻ, കാഹളം. കാഹളവും പന്തവും ഉള്ളൂ. അതരത്തിലൂടെ വിളിച്ചു പറയുന്നത് വാൾ, വാൾ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? പാളയത്തിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ തുടങ്ങിയപ്പോൾ ഇരുട്ടല്ലയോ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി വെട്ടി. 300 പേര് അവരവിടെ താന്താൻ്റെ നിലയിൽ തന്നെ നിന്നു. അവരവരവിടെ തിന്നു. 3 കൂട്ടമായിട്ട് അവിടെ നിന്നവർ പാളയം അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ നടത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി. രാവിലെ നോക്കിയപ്പോൾ എല്ലാം ശവങ്ങളായിട്ട് കിടക്കുന്നത്. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. നീ ദൈവത്തിനോട് നിൽക്കാൻ തയ്യാറായ ദൈവത്തിൻ്റെ നീതി ദൈവം വെളിപ്പെടുത്തി തരും കേട്ടോ. വിശ്വസ്തയോടെ നിൽക്കണം. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും. സാർശ്വാക്യം 22:4 കാണാൻ പഠിക്കുന്ന ഈ വാക്യം കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളും പൊങ്ങുവാന്ന് ഇതങ്ങ് പറഞ്ഞേക്കണം. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും. കണ്ണടക്കെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് സംസാരിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഹൃദയമായിട്ട് ദൈവം ഞങ്ങളോട് ഇടപെട്ടു. നന്ദി പറയുന്നു. ഈ ദൂതിന് മുമ്പ് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ലൈഫിനകത്ത് ഭയങ്കരമായ ദൈവപ്രവൃത്തി നടക്കട്ടെ. അവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെ കാണാത്തത് അവരുടെ ജീവിതത്തിനകത്ത് കാണാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.
ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.